പ്രേമ, ഈ പാകിസ്ഥാനിൽ കടം കൊണ്ട് പൊറുതിമുട്ടി എന്നൊരു വാർത്ത വരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലൊരു അവസ്ഥ? ഈ കടം കൊണ്ട് പൊറുതിമുട്ടി എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ? യാഥാർത്ഥ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത് വലിയ വാർത്തയാകുന്നത്. പാകിസ്ഥാന്റെ അവിടുത്തെ സെൻട്രൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ പുറത്തിറക്കിയ കണക്ക് പ്രകാരം അവരുടെ മൊത്തം കടം എന്ന് പറയുന്നത് 82 ട്രില്യൺ പാക് രൂപയാണ്. അപ്പം അത് ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ ഏതാണ്ട് 28.34 ലക്ഷം കോടി രൂപ. അത്രയും വലിയ ഒരു കടബാധ്യതയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, അവരുടെ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 64% അവർ കടം വാങ്ങിച്ച പൈസയുടെ പലിശ അടക്കാൻ മാത്രമാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് കിട്ടുന്ന വരുമാനത്തിന്റെ 64% കടം തീർക്കാനേ പറ്റുന്നുള്ളൂ. കടമല്ല, കടത്തിന്റെ പലിശ അടയ്ക്കാൻ. കട അവിടെ കിടപ്പുണ്ട്, അതിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടിയാണ് വരുമാനത്തിന്റെ 64% ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഈ മൊത്തം കടബാധ്യത എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 83%. അപ്പം മിച്ചമൊന്നും ഇല്ല, ബാക്കി പോയിട്ട് 17% വെച്ചാണ് രാജ്യം നടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മൊത്തം പറയുകയാണെങ്കിൽ ഇനി കടത്തിന്റെ ഒരു കണക്കുകൂടി പറയാം. ആഭ്യന്തര കടം, രാജ്യത്തിനകത്ത് തന്നെ എടുത്തിരിക്കുന്ന കടം എന്ന് പറയുന്നത് 58 ട്രില്യൺ പാക് കറൻസിയാണ്. അതായത് മൊത്തം കടത്തിന്റെ 70% രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഉള്ളതാണ്. ഇനി 138 ബില്യൺ ഡോളറാണ് ബാക്കി 30% വിദേശ കടം. അപ്പോൾ വിദേശ കടം എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ അവരുടെ ഉറ്റ ചങ്ങാതിയായ ചൈനയാണ്. 68 ബില്യൺ അമേരിക്കൻ ഡോളർ അവർ കൊടുത്തേക്കുന്ന അമേരിക്കൻ ഡോളറിലാണ് വായ്പ കൊടുത്തേക്കുന്നത്. പിന്നെ ലോക ബാങ്കും ADBയും ചേർന്ന് വലിയൊരു തുക അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ IMF, ലോക നാണയനിധി, അവരും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വായ്പ എടുത്തു കൂട്ടാൻ ഈ പാകിസ്ഥാന് വലിയ ജാഗ്രതയാണ്. പക്ഷെ വായ്പ എടുത്തതിന് ശേഷം തിരിച്ചടക്കാൻ വലിയ മടിയുമാണ്. അപ്പോൾ പലിശയുടെ മേൽ പലിശയും ആകെ മുടിഞ്ഞിരിക്കുകയാണ് ആ രാജ്യം. അപ്പോൾ ഇവരിപ്പോൾ ചെയ്യുന്നത് ഇതേപോലെ ഇപ്പോൾ IMF അല്ലെങ്കിൽ ലോക ബാങ്ക് അതേപോലുള്ള ഏജൻസികളുടെ മുമ്പിൽ പോയി ഭിക്ഷാപാത്രമായിട്ട് തന്നിട്ട് ഞങ്ങളുടെ പലിശ കുടിശ്ശികയെങ്കിലും നിങ്ങളൊന്ന് ഇളവ് ചെയ്ത് തരണം, വായ്പ ഞങ്ങൾ ഏത് വിധേനയും തിരിച്ചടച്ചു കൊള്ളാം എന്ന് കെഞ്ചിക്കേഴുന്ന ഒരവസ്ഥയുണ്ട്. ഏതായാലും അവരുടെ കരച്ചിൽ ഫലം കണ്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം IMF കഴിഞ്ഞ ഇടയിൽ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇവർക്കൊരു വായ്പ അല്ലെങ്കിൽ ധനസഹായ അനുവദിച്ചിട്ടുണ്ട്. 8.4 ബില്യൺ പാക് കറൻസി, നമ്മുടെ ഇന്ത്യൻ രൂപയിലോട്ട് നോക്കുമ്പോൾ ഏതാണ്ട് 70,000 കോടി രൂപ അത്രയാണ് അവർ അനുവദിച്ചത്. അപ്പോൾ അതിൽ എക്സ്റ്റൻഷൻ ഫണ്ട് എന്ന പേരിൽ 7 ബില്യൺ പാക് കറൻസിയും പിന്നെ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനം, കാലാവസ്ഥാ വ്യതിയാനം അതേപോലുള്ള കാര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് 1.4 ബില്യൺ പാക് കറൻസിയുമാണ് അനുവദിച്ചു കൊടുത്തേക്കുന്നത്. ഇതുകൂടാതെ സൗദി അറേബ്യ അവരുടെ ഉറ്റ സൗഹൃദ രാഷ്ട്രമാണ്. ഇപ്പോൾ അവരുമായിട്ടൊരു പ്രതിരോധ കരാർ പോലും അവരുണ്ടാക്കി. സൗദി അറേബ്യ അവർക്ക് 8 ബില്യൺ ഡോളർ വായ്പ കൊടുത്തിട്ടുണ്ട്, കടം കൊടുത്തിട്ടുണ്ട്. അതിൽ 3 ബില്യൺ നിക്ഷേപം എന്ന രീതിയിലാണ്, പൈസ ആയിട്ടല്ല, അവരെ വിവിധ വികസന പദ്ധതികളിൽ അവർ നിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് 1% പലിശ. ഇപ്പം മറ്റ് ഏജൻസികളിൽ നിന്നൊക്കെ എടുക്കുന്നതിന് വലിയ പലിശ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഇവർക്ക് 1% മാത്രമേ പലിശ കൊടുക്കേണ്ടതുള്ളൂ. അപ്പം സഹായകരമായ നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തത്. ഇനി ഇതൊക്കെ പൊതുവെ പറയുമെങ്കിലും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ ഞെട്ടിക്കുന്നൊരു വിവരം കൂടി പുറത്തു വന്നു. പാകിസ്ഥാന്റെ GDPയിൽ വലിയ വളർച്ചയുണ്ടായി പോലും, ആഭ്യന്തര ഉൽപാദനത്തിൽ വളർച്ചയുണ്ടായി. 3.7% അത് ഉയർന്നു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വളർച്ച 7% അല്ലെങ്കിൽ അതിന് മുകളിലുമാണ്. അപ്പം അതിൻ്റെ പകുതി പോലും ഇല്ല പാകിസ്ഥാനിൽ. അപ്പോൾ അത് മെച്ചപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും പാകിസ്ഥാനിൽ വലിയ രീതിയിൽ എന്തോ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ രസം എന്തെന്നാ, ഈ ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി പോലുള്ള ഏജൻസികളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ അവർ പറയുന്ന കർശന ഉപാധികളും ഇവർ പാലിക്കേണ്ടതുണ്ട്. അപ്പൊ അവർ പറഞ്ഞ ഉപാധികളുടെ പേരിൽ ഈ വൈദ്യുതി വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താൻ പറഞ്ഞു, നിരക്ക് കൂട്ടാൻ പറഞ്ഞു, വിവിധ നികുതി നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു, നികുതി പിരിവ് മെച്ചപ്പെടുത്താൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നാട്ടുകാരുടെ കുത്തിന് പൈസ പിടിച്ച് മേടിച്ചത് കൊണ്ടാണ് ഈ ആഭ്യന്തര ഉൽപാദനത്തിൽ വർധന ഉണ്ടായത്, അല്ലാണ്ട് ആ രാജ്യം മെച്ചപ്പെട്ടത് കൊണ്ടൊന്നും അല്ല. പിന്നെ ഇവര് പാകിസ്ഥാൻ ഉള്ളത് കാര്യം പറയണമല്ലോ, പാകിസ്ഥാൻ ഒരു നല്ലൊരു കാര്യവും ചെയ്തു. ഈ വായ്പ എടുത്തതിന് പലിശ കൊടുക്കണമല്ലോ, പലിശ കൊടുത്തില്ലെങ്കിൽ പിഴപ്പലിശയാകുമല്ലോ. അപ്പോ ഇവരെന്ത് ചെയ്തു,
ഈ പിഴപ്പലിശ അല്ലെങ്കിൽ പലിശയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ട പൈസ മുൻകൂറായിട്ട് അടച്ചു. ഓ അങ്ങനെ. ഒരു 417 ബില്യൺ ഡോളറോ മറ്റോ മുൻകൂറായിട്ട് അടച്ച ആ പലിശയുടെ ഭാരം കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെയും ഇവര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, രാജ്യത്ത് ഇപ്പോഴും പട്ടിണിയും പരിവട്ടവും ആയിട്ട് തുടരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ സബ്സിഡിയൊക്കെ വെട്ടിക്കുറച്ചും നികുതി വർദ്ധിപ്പിച്ചും ഒക്കെയാണ് ആ രാജ്യം ഇപ്പോൾ ഈ പറയുന്ന പുരോഗതി കൈവരിച്ചത്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാനിലെ ദരിദ്രരുടെ എണ്ണം എന്ന് പറയുന്നത് 28.9% പേരും ദരിദ്രരാണ്. 100 പേരെടുത്തിട്ടുണ്ടെങ്കിൽ 29 പേരും പട്ടിണി പാവങ്ങളാണ് ആ രാജ്യത്തുള്ളത് എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഈ വിദേശ കടം വല്ലാണ്ട് ഭീകരമായ ഒരവസ്ഥയിൽ ചൈന ഇവിടെ ഒരു 8ന്റെ പണിയും കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്ട് 68 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ സഹായമാണ് ചൈന കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വെറുതെ കൊടുത്തതല്ല. ഈ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതായത് ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മുടെ അറബിക്കടലിലോട്ട് വരുന്നതിന് ചൈനയ്ക്ക് പാകിസ്ഥാനിലൂടെ വഴി തുറക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ പണം മുടക്കും. റോഡ് വികസനം, പാലം വികസനം, മറ്റ് അനുബന്ധ പദ്ധതികൾക്കൊക്കെ ചൈന വലിയ രീതിയിൽ മുതൽ മുടക്കി. അതിൽ വലിയ വൈദ്യുതി ഉൽപാദന കമ്പനികളൊക്കെ ചൈന അവിടെ തുടങ്ങി. ഏതാണ്ട് 18ഓളം പവർ പ്ലാന്റുകൾ ചൈന അവിടെ തുടങ്ങി. അപ്പൊ ഇതിന്റെ പ്രശ്നം, ഇതിന്റെ ഉള്ള പൈസ ഇവർ കൊടുക്കേണ്ടത് ഡോളറിന്റെ രൂപത്തിലാണ്. ചൈന ഡോളറാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതിൽ നിന്നുള്ള വായ്പയ്ക്ക് പലിശ അല്ലെങ്കിൽ നിന്നുള്ള റിട്ടേണും കൊടുക്കേണ്ട ഡോളറിന്റെ രൂപത്തിലാണ്. അപ്പോൾ പാകിസ്ഥാൻ കറൻസിയും ഡോളറുമായിട്ട് ആനയാട് വ്യത്യാസമുണ്ട്. മനസ്സിലായി. പാകിസ്ഥാൻ കറൻസിയുടെ മൂല്യം ദിവസം തോറും ഇടിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ കറൻസിയും ഇന്ത്യൻ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പാകിസ്ഥാൻ കറൻസിക്ക് ഇന്ത്യയിലെ 35 പൈസയുടെ വിലയുള്ളൂ. ഇനി ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 277 ഡോളറാണ്, 277 രൂപ പാക് കറൻസി കൊടുത്താലാണ് $1 കിട്ടുക. ഇപ്പൊ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100 രൂപയ്ക്ക് എടുത്തോ മറ്റാണ് ഇപ്പൊ അവിടെ പാകിസ്ഥാനില് അത്രയും. അപ്പോ പാകിസ്ഥാൻ കറൻസിയിൽ ഈ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മൂല്യ വ്യത്യാസം. അപ്പൊ ഈ ചൈന നടത്തിയ ഇൻവെസ്റ്റ്മെന്റിന് അവർക്ക് കൊടുക്കേണ്ട പലിശയും റിട്ടേണും ഒക്കെ കൊടുക്കേണ്ട ഡോളറിന്റെ രൂപത്തിലായതുകൊണ്ട് ഈ പാകിസ്ഥാനിൽ എന്ത് പറ്റും, ഇപ്പൊ ഈ കറണ്ട് കമ്പനികളുടെ കാര്യത്തില് അമിതമായ നിരക്ക് വർധന നടപ്പിലാക്കേണ്ടി വരും. കാര്യം ഈ ഡോളറിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം, ഇവിടെ പാകിസ്ഥാൻ കറൻസിയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ നാട്ടുകാർ ആത്യന്തികമായിട്ട് ഭാരം മുഴുവൻ വരുന്ന നാട്ടുകാരുടെ തലയിലാണ്. ഇപ്പൊ ഈ പാക് അധീന കശ്മീരിലടക്കം വലിയ പ്രക്ഷോഭം, അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അനിയന്ത്രിതമായ വൈദ്യുതി ചാർജ് വർധനമാണ്. അപ്പൊ ഇത് ആ രാജ്യത്തെ മൊത്തത്തിൽ പിടിച്ചു ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ചൈന ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറുമല്ല. പറയുന്നത് അവര് ഈ 423 ബില്യൺ ഡോളറാണ് ഈ 18 പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് അവർ മുടക്കിയത്. അപ്പൊ അതിന്റെ റിട്ടേൺ കിട്ടേണ്ടത്. അപ്പൊ അതിന്റെ മുടങ്ങിയതില് പലിശ ഇളവ്, ഒരു വലിയൊരു പലിശ കുടിശ്ശികയുണ്ട്. അതെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ സമ്മതിച്ചില്ല. അവര് അതടക്കം വേണമെന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. ഇതെല്ലാം കൂനുമേ കുരുവെന്ന് പറയുന്നത് പോലെ ആ രാജ്യത്ത് നിരവധിയായ ആഭ്യന്തര സംഘർഷങ്ങൾ. ഇപ്പൊ ബലൂചിസ്ഥാനില് ആഭ്യന്തര സംഘർഷം, അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയിൽ സംഘർഷം നടക്കുന്നു, പാക് അധീന കശ്മീരില് സംഘർഷം നടക്കുന്നു. അവിടുത്തെ ചില സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ സുസ്ഥിരമായ ഒരു സർക്കാർ സംവിധാനമില്ല. ഭരണകൂടത്തിന്റെ മേലാണ് സൈന്യം നിലപാടെടുക്കുന്നത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ആ രീതിയിലും പ്രശ്നമുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ പ്രധാന ഊർജ ദാതാക്കളായിരുന്നു, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, പെട്രോളിയം, ഡീസൽ ദാതാക്കളായിരുന്നു ഇറാൻ. അപ്പൊ അവിടെ പശ്ചിമേഷ്യൻ സംഘർഷം നടന്നപ്പോൾ ഇവിടുത്തെ പാകിസ്ഥാനിൽ വലിയ എണ്ണ പ്രതിസന്ധി വന്നു. അപ്പൊ അവിടെ വലിയ എണ്ണ വില വർധനവ് വന്നു. നമ്മുടെ നാട്ടില് പ്രധാനമന്ത്രി 2 പ്രസ്താവന നടത്തിയത് ഒഴിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ വലിയ പരിക്കില്ലാണ്ട് പോയി, സുഖമായിട്ട് തന്നെ പോയി. പക്ഷെ പാകിസ്ഥാനില് ആഴ്ചയിൽ 7 ദിവസത്തിൽ വർക്കിംഗ് ഡേ 5 ദിവസമായിട്ടൊക്കെ കുറയ്ക്കുന്ന പ്രസ്താവനയൊക്കെ വന്നു. പെട്രോൾ ഡീസൽ വിതരണത്തിന് റേഷനിങ് ഒക്കെ ഏർപ്പെടുത്തി. അവിടുത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വാണം വിട്ടവനൊക്കെ കുതിച്ചുയർന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ഇതുകൂടാതെ ഇതെല്ലാം പോട്ടെ, ഈ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്ന് പോലുള്ള അവസ്ഥ പാകിസ്ഥാനിൽ നിരവധിയായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ വർഷം വലിയ മഴയും പേമാരിയും ഒക്കെ ആയിരുന്നു, വലിയ വെള്ളപ്പൊക്കമായിരുന്നു ആ രാജ്യത്തെ വലച്ചത്. ഇത്തവണ അവരെ വലച്ചേക്കുന്ന മറ്റേ എൽനിനോയാണ്. അപ്പൊ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് സിന്ധു നദിയിലെ കരാറുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളം കിട്ടാത്ത പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ ആ രാജ്യം കൊടിയ വരൾച്ച നേരിടുന്നുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ജീവിതത്തെയും കൃഷിയെയൊക്കെ ബാധിക്കുന്നുണ്ട്.
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു GDP-യിൽ വലിയ വർധനവുണ്ടായി, അതെ ഒരു കൃഷിയിൽ ചെറിയ മെച്ചം ഉണ്ടായി. അതെ അതെ കഴിഞ്ഞ ഇതൊക്കെ പറയുമ്പോഴും കൃഷിയിൽ ഒരു മെച്ചമുണ്ട്, ഏതാണ്ട് 2.89% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായി. പക്ഷെ പൊതുവിൽ പറയുമ്പോഴും ഇത്തരത്തിൽ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ ഒരു സുഖകരമായ പിക്ചർ അല്ല. കടവും, കടത്തിന്റെ മേൽ കടവും, പലിശയും അതിന്റെ മേലുള്ള പിഴപ്പലിശയും കൊടുത്ത് ആ രാജ്യം ഇങ്ങനെ ഈ പടവലങ്ങയുടെ വളർച്ച പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. താഴേക്ക് വന്നോണ്ടിരിക്കുക.